ഓർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സഹകരണ നിയമ ഭേദഗതി 2023, അതിലെ ഭേദഗതികളെപ്പറ്റി ഉള്ള ക്ലാസ്സുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഭേദഗതികൾ എന്തെല്ലാം വ്യത്യാസങ്ങൾ നിലവിലുള്ള നിയമത്തിൽ വരുത്തിയിട്ടുണ്ടെന്ന് കണ്ടു. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ 63-ാം വകുപ്പിൻ്റെ ഭേദഗതിയെ പറ്റിയാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ 64-ാം വകുപ്പാണ്. അപ്പോൾ സഹകരണ നിയമത്തിൽ 63-ഉം 64-ഉം വകുപ്പുകൾ സഹകരണ ഓഡിറ്റിനെ പറ്റി ആണ് പ്രതിപാദിക്കുന്നത്. സഹകരണ ഓഡിറ്റ് എന്ന് പറയുന്നത് 63-ഉം 64-ഉം വകുപ്പുകളിൽ വരുന്നതാണ് എന്ന് നമ്മൾ സഹകരണ നിയമത്തിൽ ഇത് പഠിക്കുന്നത് കൂടാതെ തന്നെ സഹകരണ ഓഡിറ്റ് എന്ന് പറയുന്ന ആ വിഷയത്തിലും ഇതിന് പ്രാധാന്യം ഉള്ളതുകൊണ്ട് ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം തന്നെ നമ്മൾ നിയമത്തിലാണേലും സഹകരണ നിയമത്തിലാണേലും ഓഡിറ്റിൽ നിന്നാണേലും ചോദ്യങ്ങൾ ചോദിക്കാം. അതുകൊണ്ട് ഈ 63-ഉം 64-ഉം വകുപ്പുകളിൽ വന്നിട്ടുള്ള അമെൻഡ്മെൻറ്റ്സ് എന്തെല്ലാമാണ് എന്ന് നിങ്ങൾ സശ്രദ്ധം മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് കിടക്കാം. 64-ാം വകുപ്പ് എന്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആൻഡ് പ്രൊസീജിയർ ഫോർ ഓഡിറ്റ്. അതായത് ആഡിറ്റിൻ്റെ വ്യാപ്തിയും സഹകരണ ഓഡിറ്റ് ഡയറക്ടറുടെ അധികാരങ്ങളും നടപടിക്രമങ്ങളും ഇതാണ് 64-ാം വകുപ്പിൽ പറഞ്ഞിരിക്കുന്നത്. 63-ാം വകുപ്പ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ പറ്റിയാണ് പറഞ്ഞിരുന്നത്. 64-ാം വകുപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് DCA ആൻഡ് പ്രൊസീജിയർ ഫോർ ഓഡിറ്റ്. ഇതിൽ 1-ാമത്തെ സബ്സെക്ഷന് ശേഷം 2 പുതിയ സബ്സെക്ഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് 1A, 1B, 1C അങ്ങനെ 3 പുതിയ സബ്സെക്ഷനുകൾ ഉപവകുപ്പുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നിലവിൽ 1-ാമത്തെ ഉപവകുപ്പെന്ന് പറയുന്നത് നമ്മൾ 64-ാം വകുപ്പിൽ എടുത്തു കഴിഞ്ഞാൽ ദി ഓഡിറ്റ് ഷാൽ ഇൻക്ലൂഡ് ആൻ എക്സാമിനേഷൻ ഓഫ് ഓവർ ഡ്യൂ ഡെറ്റ്സ് ഇഫ് എനി, ദ വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് ആൻഡ് സെക്യൂരിറ്റീസ് ആൻഡ് എ വാലുവേഷൻ ഓഫ് ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ സൊസൈറ്റി കൺസേൺഡ് ആൻഡ് സച്ച് അതർ ഓഡിറ്റ് മാറ്റേഴ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അപ്പോൾ അത് ഓഡിറ്റിൻ്റെ ഒരു ഡെഫിനിഷനാണ് ആദ്യമായിട്ട് 64-ാം വകുപ്പിൽ 1-ാമത്തെ ഉപവകുപ്പിൽ പറയുന്നത്. ഈ 1-ാമത്തെ ഉപവകുപ്പിൽ ഈ ഡെഫിനിഷന് ശേഷം 2-ാമത്തെ ഉപവകുപ്പിന് മുമ്പായിട്ട് പുതുതായിട്ട് ചേർക്കുന്ന 3 ഉപവകുപ്പുകളാണ് 1A, 1B, 1C. അപ്പോൾ ആദ്യമായിട്ട് സബ്സെക്ഷൻ 1A എന്താണെന്ന് നോക്കാം. In the case of cooperative societies whose accounts are prepared using a common software or any other software approved by the registrar, the audit includes the audit of information system and evaluation of software as well as hardware. അതായത് ഒരു പൊതു സോഫ്റ്റ്വെയറോ രജിസ്ട്രാർ അംഗീകരിച്ച മറ്റേതെങ്കിലും സോഫ്റ്റ്വെയറോ ഉപയോഗിച്ച് അക്കൗണ്ടുകൾ തയ്യാറാക്കുന്ന സഹകരണ സംഘങ്ങളുടെ സംഗതിയിൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ആഡിറ്റും സോഫ്റ്റ്വെയറിൻ്റെയും ഹാർഡ്വെയറിൻ്റെയും പരിശോധനയും ആഡിറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ്, അല്ലെങ്കിൽ ആഡിറ്റിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ സഹകരണ ആഡിറ്റിനെ പറ്റി ആദ്യമേ 64-ാം വകുപ്പിൽ 1-ാം ഉപവകുപ്പിൽ പറഞ്ഞു, നമ്മൾ കണ്ടു. ഓഡിറ്റ് ഷാൽ ഇൻക്ലൂഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് അഡീഷണലായിട്ട് നമുക്ക് ഈ അമെൻഡ്മെൻറ്റിനകത്ത് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒന്നായിട്ട് നമ്മൾ ആദ്യം തന്നെ കണ്ടു, സെക്ഷൻ 2-ൽ തന്നെ നമ്മൾ കണ്ടു, ഒരു കോമൺ സോഫ്റ്റ്വെയർ കൊണ്ടിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി അതും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഓഡിറ്റിൽ പറയുകയാണ്, ഒരു പൊതു സോഫ്റ്റ്വെയറോ രജിസ്ട്രാർ അംഗീകരിച്ച മറ്റേതെങ്കിലും സോഫ്റ്റ്വെയറോ ഉപയോഗിച്ച് അക്കൗണ്ടുകൾ തയ്യാറാക്കുന്ന സഹകരണ സംഘങ്ങളുടെ കാര്യത്തിൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ആഡിറ്റും സോഫ്റ്റ്വെയറിൻ്റെയും ഹാർഡ്വെയറിൻ്റെയും പരിശോധനയും ആഡിറ്റിൽ ഉൾപ്പെടുന്നതാണ് എന്നാണ് വരുന്നത്.
ഇനി 1A ആണിത്, അല്ലെങ്കിൽ സബ്സെക്ഷൻ 1A ആണ്. ഇനി സബ്സെക്ഷൻ 1B എന്ന് പറയുന്നത്, ഇഫ് ഡ്യൂറിങ് ദ ഓഡിറ്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് ഇവാലുവേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ any manipulations of records or manipulation in the working of the software or hardware revealed, the auditors, audit firms shall inform the manipulation to the Director of Cooperative Audit and Registrar. അതായത് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ആഡിറ്റിലും സോഫ്റ്റ്വെയറിൻ്റെയും ഹാർഡ്വെയറിൻ്റെയും പരിശോധനാ വേളയിലും ഏതെങ്കിലും രേഖകളുടെ കൃത്രിമത്വം അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെയോ ഹാർഡ്വെയറിൻ്റെയോ പ്രവർത്തനത്തിലുള്ള കൃത്രിമത്വം വെളിപ്പെട്ടാൽ ഓഡിറ്റർ അല്ലെങ്കിൽ ഓഡിറ്റർമാർ അല്ലെങ്കിൽ ഓഡിറ്റ് ഫേമുകൾ പ്രസ്തുത കൃത്രിമങ്ങൾ സഹകരണ ഓഡിറ്റ് ഡയറക്ടറെയും രജിസ്ട്രാറെയും അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഓഡിറ്റിലോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെയോ ഹാർഡ്വെയറിൻ്റെയൊക്കെ പരിശോധന നടത്തുന്ന അവസരത്തിൽ ഏതെങ്കിലും രേഖകളുടെ മാനിപ്പുലേഷൻ അല്ലെങ്കിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടോ എന്ന് പരിശോധനയിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അത് ഈ ഓഡിറ്റർമാർ അല്ലെങ്കിൽ ഓഡിറ്റ് ഫേം അല്ലെങ്കിൽ ഓഡിറ്റർ ആ വിവരം സഹകരണ ഡയറക്ടറെയും അതുപോലെ തന്നെ രജിസ്ട്രാറെയും അറിയിക്കണം എന്നാണ് 1B എന്ന് പറയുന്ന വകുപ്പിൽ പറയുന്നത്. ഇനി അടുത്തത് 1C ആണ്, സബ്സെക്ഷൻ 1C. ദി രജിസ്ട്രാർ ഹിംസെൽഫ് ഓർ ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ രജിസ്ട്രാർ ഷാൽ ഇൻഫോം ദ manipulations in the system to the police or vigilance officer as the case may be for investigation. അപ്പോൾ ഇങ്ങനെ രജിസ്ട്രാർ നേരിട്ടോ സഹകരണ ഓഡിറ്റ് ഡയറക്ടർ രജിസ്ട്രാറുമായി കൂടിയാലോചിച്ചുകൊണ്ടോ സിസ്റ്റത്തിലുള്ള കൃത്രിമങ്ങൾ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനായി അതത് സംഗതി പോലെ പോലീസിനോ വിജിലൻസ് ഓഫീസറിനോ വിവരം നൽകേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത നടപടി എന്നുള്ളതാണ് അത് ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടർ രജിസ്ട്രാറുമായിട്ട് കൂടിയാലോചിച്ചുകൊണ്ട് പോലീസിലോ അതല്ലെങ്കിൽ വിജിലൻസ് ഓഫീസറിനെയോ ഈ വിവരം കൂടുതൽ അന്വേഷണത്തിനായിട്ട് കൈമാറേണ്ടതാണ്. ഇങ്ങനെ 3 സബ്സെക്ഷൻസാണ് ഈ 64 എന്ന് പറയുന്ന വകുപ്പിൽ 1-ാം ഉപവകുപ്പിന് ശേഷം കൊണ്ടുവന്നിട്ടുള്ളത്. 1A, 1B, 1C. ഇനി അടുത്ത അമെൻഡ്മെൻ്റ് എന്ന് പറയുന്നത് 4-ാമത്തെ ഉപവകുപ്പ് 4 ഇൻ സബ്സെക്ഷൻ 4A. അപ്പം അത് നിലവിൽ 4A എന്ന് പറയുന്നത് ഉണ്ട്. ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദ മാനേജിങ് കമ്മിറ്റി എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട് 4A. അതിനകത്ത് ഒരു വാക്കുണ്ട്, പറയാം. ഫോർ ദ വേർഡ്സ് 1 month, the words 15 days shall be substituted, and for the words who need not be, the words who shall be from among the shall be substituted. അപ്പം 4A എന്ന് പറയുന്ന ഉപവകുപ്പിൽ 1 മാസത്തിനകം എന്നുള്ളതിന് പകരമായിട്ട് 15 ദിവസങ്ങൾക്കകം എന്ന വാക്ക് ചേർക്കണം. അതുപോലെ അവർ അംഗങ്ങളായിരിക്കണമെന്നില്ല, അവരിൽ നിന്നും, അതിന് പകരമായിട്ട് അംഗങ്ങളിൽ നിന്നും, അതിൽ എന്നീ വാക്കുകൾ ചേർക്കണം. അതായത് നിലവിൽ ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് എവരി സൊസൈറ്റി ടു എൻഷുർ ദ അക്യുറസി ഓഫ് ഫൈനാൻഷ്യൽ ആൻഡ് അതർ statutory statements. It is the responsibility of the managing committee to submit the above statements for audit within 1 month from the date of receipt of the above statement എന്നാണ്. അത് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഓഡിറ്റ് വിതിൻ 15 days എന്നാക്കി കുറച്ചു. അത് 1 മാസം എന്നുള്ളത് 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ദ above statements before the auditor. മാനേജിംഗ് കമ്മിറ്റിയുടെ ഡ്യൂട്ടി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഈ സമയപരിധി കുറച്ചിട്ടുണ്ട്. അത് കൂടാതെ ആ 4Aയിൽ തന്നെ
ഒരു സെൻറ്റൻസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോയിൻറ്റ് ആൻ അഡ്മിനിസ്ട്രേറ്റർ ഓർ ആൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് നോട്ട് മോർ ദാൻ 3 persons ഹൂ നീഡ് നോട്ട് ബി മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി എന്നുള്ളത് ഹൂ ഷാൽ ബി ഫ്രം എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി എന്നാക്കണം. അപ്പോൾ 2 കാര്യങ്ങളാണ് 4A മാറ്റം വരുത്തിയിരിക്കുന്നത്. ഒന്ന്, 1 മാസത്തിനകം എന്നുള്ളത് മാറ്റി 15 ദിവസങ്ങൾക്കകന്നാക്കണം. അതുപോലെ അവർ അംഗങ്ങളായിരിക്കണമെന്നില്ല, അവരിൽ നിന്നുള്ള വാക്ക് മാറ്റിക്കൊണ്ട് അംഗങ്ങളിൽ നിന്നും അതിൽ എന്ന് ചേർക്കണം. ഇതാണ് അതിനകത്ത് വന്നിരിക്കുന്ന ഒരു മാറ്റം 4A. ഇനി 4B ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇൻ സബ്സെക്ഷൻ 4B, ഫോർ ദ വേർഡ്സ് 3 months, the words 45 days shall be substituted. 4B 3 മാസത്തിനകം എന്നുള്ളതിന് പകരമായിട്ട് 45 ദിവസങ്ങൾക്കകം എന്ന് ചേർക്കണം. അതായത് വിതിൻ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് ദ ഓഡിറ്റ് റിപ്പോർട്ട്, the Director of Cooperative Audit shall issue an audit certificate to the concerned society with a copy of audit memorandum as may be prescribed എന്നാണ്. അതായത് ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റ് കയ്യിൽ നിന്ന് കിട്ടി 3 മാസത്തിനകം ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, ഓഡിറ്റ് മെമ്മോറാണ്ടവും കൂടി ബന്ധപ്പെട്ട സംഘങ്ങൾക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 മാസം എന്നുള്ള ആ സമയപരിധി കുറച്ചുകൊണ്ട് എത്രയാക്കി? 45 days എന്നാക്കി. അത് 1.5 മാസമാക്കി ചുരുക്കിയത്, പകുതിയാക്കി. അപ്പോൾ വിതിൻ 3 months എന്നുള്ളത് വിതിൻ 45 days ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദ ഓഡിറ്റ് റിപ്പോർട്ട് എന്നാക്കി. അതാണ് 4B വന്നിട്ടുള്ള ഒരു വ്യത്യാസം. അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ഇനി സബ്സെക്ഷൻ 5 ആണ് അടുത്ത മാറ്റം. ദി ഓഡിറ്റർ ഓർ ഓഡിറ്റിംഗ് ഫേംസ് അപ്പോയിൻറ്റഡ് ആസ് പെർ സെക്ഷൻ 63 ഷാൽ കംപ്ലീറ്റ് ദ ഓഡിറ്റ് വിതിൻ 4 months ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സബ്മിറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ടു ദ DCA or to the persons authorized by him in this behalf എന്നാണ്. അത് 5ാമത്തെ വകുപ്പിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ആഫ്റ്റർ ദ വേർഡ്സ് ദി ഓഡിറ്റർ, ദ വേർഡ്സ് ഓർ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഷാൽ ബി ഇൻസർട്ടഡ്. ഇപ്പോൾ ടീം ഓഡിറ്റ് വന്നുകൊണ്ട് അവിടെ ഓഡിറ്റർ എന്നുള്ള ആ വാക്കിന് ശേഷം ദി ഓഡിറ്റർ ഓർ ടീം ഓഫ് ഓഡിറ്റേഴ്സ് എന്നും കൂടെ ചേർക്കണം. ദി ഓഡിറ്റർ ഓർ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഓർ ഓഡിറ്റിംഗ് ഫേംസ് അപ്പോയിൻറ്റഡ് ആസ് പെർ സെക്ഷൻ 63 എന്നാണ്. പിന്നെ അതുകൂടാതെ ഷാൽ കംപ്ലീറ്റ് ദ ഓഡിറ്റ് വിതിൻ 4 months എന്നുള്ളത് മാറ്റി 90 days എന്നാക്കണം. ഇൻ ദ വേർഡ്സ് 4 months, ദ വേർഡ്സ് 90 days ഷാൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അപ്പോൾ അവിടെയും സമയപരിധി കുറച്ചിട്ടുണ്ട്. അത് 3 മാസം എന്നുള്ളതല്ല, 4 മാസം എന്നുണ്ടായിരുന്നത് 90 ദിവസമാക്കി കുറച്ചു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 4 മാസത്തിനകം എന്നുള്ള വാക്കുകൾക്ക് പകരം 90 ദിവസങ്ങൾക്കകം എന്ന് അവിടെ ആക്കണം. അതാണ് 5ാമത്തെ വകുപ്പിൽ വന്നിരിക്കുന്നത്. ഇനി 5ാമത്തെ വകുപ്പിന് ശേഷം പുതുതായിട്ട് ഒരു സബ്സെക്ഷൻ വന്നിട്ടുണ്ട്. 5A എന്ന് പറയും. 5A എന്ന് പറയുന്ന വകുപ്പ്. ആഫ്റ്റർ സബ്സെക്ഷൻ 5 ദ ഫോളോയിങ് സബ്സെക്ഷൻസ് ഷാൽ ബി ഇൻസർട്ടഡ്. അത് 5A ആണ്. എന്താണ്? ഓൺ കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ് ആൻഡ് ബിഫോർ സബ്മിഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് to the Director of Cooperative Audit, the auditor or audit team or audit firm, as the case may be, shall discuss the audit findings
with the managing committee of the society concerned and get their reply in writing. അത് ഒരു പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അത് വളരെ ആവശ്യവുമാണ്, നിലവിലില്ലാത്തതാണ്. കാരണം ആഡിറ്റ് പൂർത്തിയാക്കി സഹകരണ ആഡിറ്റ് ഡയറക്ടർക്ക് ആഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപായിട്ട് ആഡിറ്റർ അല്ലെങ്കിൽ ആഡിറ്റർമാരുടെ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഓഡിറ്റ് ഫേം, അത് സംഗതി പോലെ ഏതാണോ അത്, ആഡിറ്റിലെ കണ്ടെത്തലുകൾ ബന്ധപ്പെട്ട സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുമായി ചർച്ച നടത്തേണ്ടതും അവരുടെ മറുപടി രേഖാമൂലം വാങ്ങേണ്ടതുമാണ്. അപ്പോൾ ഓഡിറ്റ് പൂർത്തിയാക്കി ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കി ഡയറക്ടർക്ക് സബ്മിറ്റ് ചെയ്താൽ പോരാ. നിലവിൽ അങ്ങനെയാണ് ചെയ്യുക. പക്ഷേ ഇത് മാനേജിംഗ് കമ്മിറ്റിയായിട്ട് ചർച്ച ചെയ്യണം. അതിനകത്ത് ഓഡിറ്റിൽ നിങ്ങളുടെ സംഘത്തിലെ ഓഡിറ്റിൽ ഇന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന ഡിഫക്റ്റുകൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന പോരായ്മകളുണ്ട് എന്ന് മാനേജിംഗ് കമ്മിറ്റിയായിട്ട് ഒരു ചർച്ച നടത്തി ഓഡിറ്ററോ അല്ലെങ്കിൽ ഓഡിറ്റ് ഫേംസോ അല്ലെങ്കിൽ ടീം ഓഫ് ഓഡിറ്റേഴ്സോ അവർ ഒരു ചർച്ച നടത്തിയിട്ട് അതിൽ നിന്ന് ആ മാനേജിംഗ് കമ്മിറ്റിയുടെ ഒരു മറുപടി രേഖാമൂലമായിട്ട്, റിപ്ലൈ ഇൻ റൈറ്റിംഗ് എന്ന് പറയുന്നത്, രേഖാമൂലമായി വാങ്ങി വെക്കേണ്ടതാണ്. ഇതാണ് 5A എന്ന് പറയുന്ന സബ്സെക്ഷനിൽ വന്നിരിക്കുന്നത്. ഇനിയും ഈ 64-ാം വകുപ്പിൽ തന്നെ വീണ്ടും സബ്സെക്ഷൻ 9-ൽ ഒരു മാറ്റമുണ്ട്. അതായത് സബ്സെക്ഷൻ 9 ഇപ്പോൾ നിലവിലുള്ളത് മാറ്റുകയാണ്. നിലവിലിങ്ങനെയാണ്: ഇഫ് ദ റിസൾട്ട് ഓഫ് ദ ഓഡിറ്റ് ഹെൽഡ് അണ്ടർ സെക്ഷൻ 63 discloses any defect in the working of a society, the DCA may bring such defects to the notice of the society, and if the society is affiliated to another society, also to the notice of that other society. ഇതാണ് നിലവിലുള്ളത്. Subsection 9 shall be substituted as follows, namely ഇങ്ങനെയാണ് വരിക: if the result of the audit held under this section discloses any defect in the working of the society. അത്രയും ഉണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് the committee shall take steps to rectify the defects and irregularities pointed out in the audit report, if any, and place the audit report along with the action taken report before the general body meeting to be held every year, and explain therein the said defects or the irregularities. The committee shall continue to take steps for rectification of all the defects and the irregularities in the audit report and apprise the general body meetings every year till all the defects and the irregularities are rectified. The committee shall send a report of action taken to the Director of Cooperative Audit and to the Registrar within 15 days from the date of General Body Meeting. അത് നിലവിലുള്ള 9-ാമത്തെ വകുപ്പ് വളരെ കൂടുതലായിട്ട് ചില കാര്യങ്ങളും കൂടെ ചേർത്തിരിക്കുക. അത് നമുക്ക് മലയാള പരിഭാഷ നമുക്ക് കേൾക്കാം. സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെന്ന് പ്രസ്തുത വകുപ്പ് പ്രകാരം നടന്ന ആഡിറ്റിൽ വെളിപ്പെട്ടാൽ ആഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച പോരായ്മകളും ക്രമക്കേടുകളും ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് കമ്മിറ്റി നടപടികൾ സ്വീകരിക്കേണ്ടതും ഓരോ വർഷവും ചേരുന്ന പൊതുയോഗ മീറ്റിങ്ങിൻ്റെ മുമ്പാകെ സ്വീകരിച്ച നടപടി സംബന്ധിച്ച റിപ്പോർട്ട് സഹിതം ആഡിറ്റ് റിപ്പോർട്ട് വയ്ക്കേണ്ടതും അതിൽ പ്രസ്തുത പോരായ്മകളും ക്രമക്കേടുകളും വിശദീകരിക്കേണ്ടതുമാണ്. ആഡിറ്റ് റിപ്പോർട്ടിലുള്ള എല്ലാ പോരായ്മകളും ക്രമക്കേടുകളും പരിഹരിക്കുന്നതുവരെ കമ്മിറ്റി നടപടികൾ എടുക്കുന്നത് തുടരേണ്ടതും
എല്ലാ പോരായ്മകളും ക്രമക്കേടുകളും പരിഹരിക്കുന്നവരെ എല്ലാ വർഷവും അത് പൊതുയോഗത്തിൻ്റെ മീറ്റിങ്ങിൽ ധരിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. പൊതുയോഗ മീറ്റിംഗ് നടന്ന തീയതി മുതൽ 15 ദിവസങ്ങൾക്കകം സഹകരണ ഓഡിറ്റ് ഡയറക്ടർക്കും രജിസ്ട്രാർക്കും എടുത്ത നടപടിയുടെ റിപ്പോർട്ട് കമ്മിറ്റി അയച്ചു കൊടുക്കേണ്ടതാണ്. ഇതൊരു സുപ്രധാനമായ ഒരു സബ്സെഷനാണ്, സബ്സെഷൻ 9. അതായത് സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ ഉള്ള ഡിഫക്റ്റുകൾ ഓഡിറ്റിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഓഡിറ്റിലുണ്ടെങ്കിൽ അത് ആ പോരായ്മകൾ അതുപോലുള്ള ക്രമക്കേടുകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നതിന് ഈ മാനേജിംഗ് കമ്മിറ്റി വേണ്ട നടപടികൾ സ്വീകരിച്ച് ഓരോ വർഷവും കൂടുന്ന പൊതുയോഗ മീറ്റിങ്ങിന് അത് അവതരിപ്പിക്കണം. എന്നിട്ട് ഈ ഓഡിറ്റ് റിപ്പോർട്ടും വെക്കണം. എന്ത് നടപടി ആണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ന്യൂനതകൾ അനുസരിച്ച് അല്ലെങ്കിൽ ക്രമക്കേടുകൾക്ക് പരിഹരിക്കുന്നതിന് എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നുള്ള വിവരം കൂടി ആ പൊതുയോഗത്തിൽ അറിയിക്കുകയും ഇനി അങ്ങനെയുള്ള പോരായ്മകളും ക്രമക്കേടുകളുമൊക്കെ ആ പൊതുയോഗത്തിൽ വിശദീകരിക്കുകയും ചെയ്യും. ഇനി ഓഡിറ്റ് റിപ്പോർട്ടിലുള്ള എല്ലാ പോരായ്മകളും ക്രമക്കേടുകളും ഇങ്ങനെ മുഴുവൻ പരിഹരിച്ചില്ല എന്ന് വിചാരിക്കുക ഒരു വർഷത്തിന്. അങ്ങനെയാണെങ്കിൽ അത് പരിഹരിക്കുന്നവരെ കമ്മിറ്റി ഇതുപോലുള്ള നടപടികളെടുത്ത് എല്ലാ പോരായ്മകളും ക്രമക്കേടുകളും പരിഹരിക്കുന്നവരെ എല്ലാ വർഷവും അത് പൊതുയോഗ മീറ്റിങ്ങിൽ ധരിപ്പിക്കുകയും ചെയ്യണം. എന്നിട്ട് പൊതുയോഗം നടന്ന തീയതി മുതൽ 15 ദിവസത്തിനകം സഹകരണ ഓഡിറ്റ് ഡയറക്ടർക്കും അതുപോലെ തന്നെ സഹകരണ സംഘം രജിസ്ട്രാർക്കും ഈ എന്തെല്ലാം നടപടികൾ എടുത്തു എന്നുള്ളതിനെ പറ്റിയൊരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യണം എന്നാണ് സബ്സെഷൻ 9 പറഞ്ഞിട്ടുള്ളത്. ഇനി ആഫ്റ്റർ സബ്സെഷൻ 9 ദ ഫോളോയിങ് സബ്സെഷൻ ഷാൽ ബി ആഡഡ്. ഇനി 9ാമത്തെ വകുപ്പിന് ശേഷം പുതുതായിട്ട് 9A എന്ന് പറയുന്ന ഒരു സബ്സെഷൻ കൂടെ കൊണ്ടുവരുന്നുണ്ട്. അതും കൂടെ നമുക്ക് നോക്കാം. If the Director of Cooperative Audit or the person authorized by him to carry out the audit of the society is of the opinion that any person had attempted to destroy or to tamper with the records or documents so as to evade legal action on the mischief committed in the society, he shall report the matter to his controlling officer for filing a complaint to the police or the vigilance officer in consultation with the registrar or the person authorized by him as the case may be. 9A എന്ന് പറയുന്നത് പുതിയൊരു വകുപ്പാണ്. അത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഏതെങ്കിലും ആൾ സംഘത്തിനുണ്ടാക്കിയിട്ടുള്ള നാശനഷ്ടങ്ങളിന്മേലുള്ള നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകുന്നതിലേക്ക് രേഖകളോ റെക്കോർഡുകളോ നശിപ്പിക്കാനോ തിരുത്താനോ ശ്രമിച്ചിട്ടുണ്ടെന്ന് സഹകരണ ഓഡിറ്റ് ഡയറക്ടർക്കോ അദ്ദേഹം സംഘത്തിൽ ഓഡിറ്റ് നടത്താനായി ചുമതലപ്പെടുത്തിയ സഹകരണ ഓഡിറ്റ് ഡയറക്ടർക്കോ അല്ലെങ്കിൽ അദ്ദേഹം സംഘത്തിൽ ഓഡിറ്റ് നടത്താനായി ചുമതലപ്പെടുത്തിയ ആളിനോ അഭിപ്രായമുള്ള പക്ഷം ആ വിവരം തൻ്റെ കൺട്രോളിംഗ് ഓഫീസർക്ക് രജിസ്ട്രാറോ അല്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തിയ ആളുമായോ കൂടിയാലോചിച്ചുകൊണ്ട് അത് സംഗതി പോലെ പോലീസിനോ വിജിലൻസ് ഓഫീസർക്കോ പരാതി ഫയൽ ചെയ്യുന്നതിനായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതായത് ഏതെങ്കിലും ആൾ സംഘത്തിനുണ്ടാക്കിയിട്ടുള്ള നാശനഷ്ടങ്ങളിന്മേലുള്ള നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകുന്നതിനായി രേഖകളോ റെക്കോർഡുകളോ നശിപ്പിക്കാനോ തിരുത്താനോ ശ്രമിച്ചിട്ടുണ്ടെന്ന് സഹകരണ ഓഡിറ്റ് ഡയറക്ടർക്കോ അല്ലെങ്കിൽ അദ്ദേഹം സംഘത്തിൽ ഓഡിറ്റ് നടത്തുന്നതിന് ആയി ചുമതലപ്പെടുത്തിയ ആളിനോ ആ ഓഡിറ്റർക്കോ അഭിപ്രായമുണ്ടെങ്കിൽ ആ വിവരം തൻ്റെ കൺട്രോളിംഗ് ഓഫീസർക്ക്
രജിസ്ട്രാറോ അദ്ദേഹം അധികാരപ്പെടുത്തിയ ആളുമായോ കൂടിയാലോചിച്ചുകൊണ്ട് അതായത് സംഗതി പോലെ പോലീസിനോ വിജിലൻസ് ഓഫീസർക്കോ പരാതി ഫയൽ ചെയ്യുന്നതിനായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരാൾ ഈ ഒരു സംഘത്തിന് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടിയിട്ട് ആ രേഖകളൊക്കെ നശിപ്പിക്കുക, തെളിവ് ഇല്ലാണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് രേഖകൾ നശിപ്പിക്കുക, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കറക്ഷൻസ് വരുത്താൻ വേണ്ടിയിട്ട് റെക്കോർഡുകളിൽ എന്തെങ്കിലും തിരുത്തലുകളൊക്കെ വരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് ഈ DCIക്കോ അല്ലെങ്കിൽ അദ്ദേഹം ഓതറൈസ് ചെയ്തിട്ടുള്ള ഓഡിറ്റർക്കോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ ആ വിവരം കൺട്രോളിംഗ് ഓഫീസർക്ക് രജിസ്ട്രാറോ അല്ലെങ്കിൽ ഈ ഓഡിറ്ററോ അവർ കൂടിയാലോചിച്ച് പോലീസിനോ അല്ലെങ്കിൽ വിജിലൻസ് ഓഫീസർക്കോ പരാതി ഫയൽ ചെയ്യുന്നതിനായിട്ട് റിപ്പോർട്ട് ചെയ്യണം. കൺട്രോളിംഗ് ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ഓഡിറ്റർ അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അധികാരപ്പെടുത്തിയിട്ടുള്ള ഓഡിറ്റർ, അവർക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ആ ആളുടെ കൺട്രോളിംഗ് ഓഫീസർക്ക് ഈ വിവരം കാണിച്ചുകൊണ്ട് പോലീസിലോ അല്ലെങ്കിൽ വിജിലൻസ് ഓഫീസർക്കോ പരാതി ഫയൽ ചെയ്യണമെന്നും പറഞ്ഞ റിപ്പോർട്ട് കൈമാറണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 64-ാം വകുപ്പിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ അമെൻഡ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇതിനകത്ത് പുതുതായിട്ട് കൂട്ടിച്ചേർത്തിട്ടുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ നിലവിലുള്ളതിൽ മാറ്റിയിട്ടുള്ള ഇപ്പോൾ ഈ ദിവസങ്ങളുടെ കാര്യങ്ങളുമൊക്കെ വളരെ പ്രധാനമാണ്. അതിലൊക്കെ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാവുന്ന കാര്യങ്ങളാണ് ഈ നമ്മൾ 4B കണ്ടത്. സബ്സെക്ഷൻ 4B വിതിൻ ഡാഷ് മന്ത്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ദ DCA ഷാൽ ഇഷ്യൂ ആൻ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ടു ദ കൺസേൺഡ് സൊസൈറ്റി എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതുവരെ അത് 3 months എന്നാണ്, അത് മാറി 45 days എന്നാക്കി. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം എഴുതണമെങ്കിൽ നിങ്ങളിത് പല പ്രാവശ്യം കേട്ട് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൂടി ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത സെക്ഷനിലുള്ള മാറ്റങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.